ശരിക്കും ഒരു വ്യക്തിയുടെ മനസ്സിൽ അവൻ സമ്പന്നനാണെന്നുള്ള ധാരണ ശക്തമായിട്ട് വളരുമ്പോഴാണ് അവിടെ മാറ്റം വരുന്നത്. ഇപ്പോൾ ഞാൻ കോടീശ്വരനാണ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പകരം സമ്പത്തിന്റെയും സമൃദ്ധിയുടേതുമായിട്ടുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനോഭാവത്തിന്റെ ഭാഗമാക്കി മാറ്റുമ്പോഴാണ് നിങ്ങൾ സമ്പന്നനാണെന്നുള്ള ധാരണ തന്നെ നിങ്ങളുടെ മനസ്സിൽ വളർന്നു വരുന്നത്. വിഷ്വലൈസ് ചെയ്യുക. ജീവിതത്തിലെ പരാജയം അനുഭവിക്കുന്ന നിരവധി മനുഷ്യരുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒന്നും തന്നെ അവർക്ക് യാതൊരു സ്ഥലത്തു നിന്നും ഒരു പിന്തുണയോ സഹായഹസ്തമോ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഉപബോധ മനസ്സിനെ അല്ലെങ്കിൽ നമ്മളിലുള്ള കഴിവിനെ എങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്നുള്ള അറിവില്ലായ്മയാണ് അവരെ അരക്ഷിതാവസ്ഥയിലേക്ക് നീക്കുന്നത്. അതായത് നമ്മളുടെ ഉള്ളിൽ ഒരു നിധിശേഖരം പോലെ നമ്മളുടെ അറിവുണ്ട്, കഴിവുണ്ട്, ഉപബോധ മനസ്സുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള അറിവില്ലായ്മ നിമിത്തം തന്നെയാണ് ഇവർ അരക്ഷിതാവസ്ഥയിൽ അകപ്പെടുന്നത്. ഇപ്പോൾ ദിവസത്തിൽ 5 മിനിറ്റ് നേരം നിങ്ങൾ സമ്പത്ത്, ജീവിത വിജയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ 5 മിനിറ്റ് നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പോകെ നിങ്ങൾക്ക് ഒരു ശക്തമായിട്ടുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഉപബോധ മനസ്സിൽ വേരുറയ്ക്കും. അപ്പോൾ ആ ശക്തി വളർന്നു വരുന്നതിനനുസരിച്ച് അതിനുള്ള ഗുണങ്ങളും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ സമ്പന്നനാണ് എന്നല്ല, മറിച്ച് നിങ്ങൾ സമ്പന്നനാണെന്നുള്ള ശക്തിയിലാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ സമ്പത്ത് എന്ന് പറയുന്ന വാക്ക് നിങ്ങളിൽ യാതൊരു ആശയവും സൃഷ്ടിക്കുന്നില്ല, ആശയക്കുഴപ്പവും സൃഷ്ടിക്കുന്നില്ല. പകരം സമ്പത്ത് എന്നുള്ള ആ ചിന്ത നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ശക്തി ആർജിക്കുന്നതിന് അനുസരിച്ച് നിങ്ങൾ സമ്പന്നനാണെന്നുള്ള ബോധ്യം നിങ്ങൾ വളരുകയും ചെയ്യും. ഇപ്പോൾ സമ്പത്തുണ്ടെന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് തിരിച്ചു തരും. അപ്പോൾ ഈ പ്രപഞ്ചമാകുന്ന ഒരു ബാങ്ക് തന്നെയാണ് നമ്മുടെ ഉപബോധ മനസ്സെന്ന് വിചാരിക്കുക. ഇപ്പോൾ സമ്പത്താകട്ടെ ദാരിദ്ര്യമായിട്ട് നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു ശക്തിയായിട്ട് വളർന്നു വരുന്നതിനനുസരിച്ചിരിക്കും. ദാരിദ്ര്യമാണ് ചിന്തിക്കുന്നതെങ്കിൽ ദാരിദ്ര്യം, സമ്പത്താണ് ചിന്തിക്കുന്നതെങ്കിൽ സമ്പത്ത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ ഉപബോധ മനസ്സിന് അത്രമാത്രം ശക്തിയുണ്ട്.